السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 215 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനിടെ അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 215 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളലമത് മാ ഫിൽ അർളി ലഫ്തദത് ബിഹി വഅസറുൻ നദാമത ലമ്മാ റഅവുൽ അദാബ് വഖുളിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുളമൂൻ. ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون. هو يحيي ويميت وإليه ترجعون. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون. وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 54 മുതൽ 61 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 215 പേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചിരുന്നത്, മനുഷ്യൻ മരിച്ച് മണ്ണായാലും രണ്ടാമതും അല്ലാഹു തആല ജീവിപ്പിക്കും. അതുവരെ ചെയ്തതിനെപ്പറ്റി ചോദ്യം ചെയ്യും. അതിനനുസരിച്ച് രക്ഷയും ശിക്ഷയും നൽകും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ സംഗതികൾ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന നിഷേധികളുടെ ചോദ്യം. ഇതാണ് കാര്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതൊക്കെ എൻ്റെ റബ്ബിനെ തന്നെ സത്യം, തികച്ചും യാഥാർത്ഥ്യമാണ് എന്ന് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതും നമ്മൾ പഠിച്ചു. ഈ ലോകത്ത് എത്ര വലിയ യോഗ്യതയുള്ള ആളുകളാണെങ്കിലും അള്ളാഹുവിനെ ആ ഒരു കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്നും നമ്മളോട് പറഞ്ഞു. പരലോകത്തെ അന്തിമ വിധി, ആ ഒരു രംഗം, അതിൻ്റെ പശ്ചാത്തലമാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. പരലോകത്ത് ചൊല്ലുമ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അതിന് പ്രായശ്ചിത്തം നൽകാൻ തയ്യാറാകുമെന്നാണ്. ഭൂമിയും അതിലുള്ള സകല സമ്പത്തും തൻ്റെ ഉടമസ്ഥതയിലും അധീനയിലുമായിരുന്നെങ്കിൽ അത്രയും സമ്പത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൽകാൻ ആ സമയത്ത് മനുഷ്യൻ തയ്യാറാകും. കാരണം ആ ശിക്ഷ നേരെ മുന്നിൽ കാണുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമം നടത്തും. അത്രക്കും ഭയങ്കരമാണ് ആ ശിക്ഷകൾ.
ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്ത് എന്നല്ല. ഭൂമി നിറയെ സ്വർണം ഉണ്ടായാലും ആ സ്വർണം മുഴുവനും ഒരാൾ അതിന് പ്രായശ്ചിത്തമായി സമർപ്പിക്കാൻ തയ്യാറാകും. പക്ഷേ അങ്ങനെ സമർപ്പിച്ചാൽ പോലും അതൊന്നും ആ സമയത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സൂറത്ത് ആലി ഇമ്രാൻ 91 അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കഠിനമായ ശിക്ഷകൾ മുന്നിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും, ദുഃഖം തോന്നും. പക്ഷേ നാണക്കേട് ഓർത്തിട്ട് സ്വന്തം അനുയായികൾ കാണാതിരിക്കാൻ വേണ്ടി നേതാക്കൾ ആ ദുഃഖം മറച്ചുവെക്കാൻ ശ്രമിക്കും. ഒരിക്കലും വിചാരിക്കാത്ത, ഊഹിക്കാൻ പോലും ആവാത്ത കടുത്ത ശിക്ഷയാണല്ലോ അവർ മുന്നിൽ കാണുന്നത്. ഇതുവരെ ചെയ്തിരുന്ന അബദ്ധങ്ങളെക്കുറിച്ച്, അതിക്രമങ്ങളെക്കുറിച്ച്, ശിർക്കിനെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് അപമാനവും ദുഃഖവും തോന്നും അവർക്ക്. ആ ഖേദം, ആ ദുഃഖം, ആ അപമാനം കഴിയുന്നത്ര മറച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അത് കൂടുതലൊന്നും മറച്ചു പിടിച്ച് നിൽക്കാൻ അവർക്ക് കഴിയില്ല. ആ ഖേദം ഒതുക്കി വെക്കാൻ കഴിയാതെ അവർ പരസ്യമായി തന്നെ സങ്കടം വിളിച്ചു പറയുകയും ചെയ്യും. അത് വേറെ ചില ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. യാ ഹസ്രത അലാ മാ ഫറത്തു ഫി ജംബില്ലാ, എൻ്റെ ഖേദമേ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെടുമെന്ന് സൂറത്തു സുമറിൽ 56 അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖാലു റബ്ബനാ ഗലബത് അലൈനാ ശഖ്വതുനാ വകുന്നാ ഖൗമൻ ضالين. സൂറത്തുൽ മുഅ്മിനൂനിൽ 106 ആയത്താണ്. പഠിച്ചവനെ, ഞങ്ങളുടെ ദൗർഭാഗ്യം കവിഞ്ഞു പോയല്ലോ റബ്ബേ, ഞങ്ങൾ വേണ്ടാത്തരം ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഏതായാലും പരലോകത്ത് വെച്ച് അല്ലാഹു തആല സൃഷ്ടികളുടെ കാര്യത്തിൽ ന്യായമായ തീർപ്പ് കൽപ്പിക്കും. അവർക്ക് വിധിക്കപ്പെടുന്ന ശിക്ഷകൾ ഓരോന്നിനും അവർ തികച്ചും അർഹരായിരിക്കും. ഒരുവിധ അനീതിയും അതിലുണ്ടാവുകയില്ല. ഇത് പല സ്ഥലത്തും അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. 54-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളലമത് മാ ഫിൽ അർളി ലഫ്തദത് ബിഹി വഅസറു الندامة ലമ്മാ റഅവുൽ അദാബ് വഖുളിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുദ്ലമൂൻ. വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളലമത്, അക്രമം ചെയ്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ, മാഫിൽ അർളി, ഭൂമിയിലുള്ളത് മുഴുവൻ അവർക്ക് ലഭിച്ചിരുന്നു എങ്കിൽ, ലഫ്തദത് ബിഹി, അതുകൊണ്ട് മുഴുവൻ അവർ പ്രായശ്ചിത്തം നൽകാൻ റെഡിയാകുമായിരുന്നു. അത് മുഴുവൻ ദണ്ഡം നൽകാൻ അവർ തയ്യാറാകുമായിരുന്നു. വലൗ അന്ന ലികുല്ലി നഫ്സിൻ, ഓരോ നഫ്സിനും ഉണ്ടായിരുന്നുവെങ്കിൽ, വലമത്, അതിക്രമം പ്രവർത്തിച്ച ഓരോ നഫ്സിനും ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തുണ്ടായിരുന്നുവെങ്കിൽ, മാഫിൽ അർളി, ഭൂമിയിലുള്ളത് മുഴുവൻ, അങ്ങനെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ, ലഫ്തദത് ബിഹി, അതുകൊണ്ടൊക്കെ അത് മുഴുവനും ദണ്ഡമായി പ്രായശ്ചിത്തമായി സമർപ്പിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. വഅസറു നദാമ, അവർ ഖേദം മറച്ചുവെക്കും. വഅസറു, അവർ ഒതുക്കി വെക്കും, മറച്ചുവെക്കും. അന്നദാമത്ത, ഖേദം എപ്പോ? ലമ്മാ റഅവുൽ അദാബ, കൺമുമ്പിൽ ശിക്ഷ കാണുമ്പോൾ. പക്ഷേ പലപ്പോഴും ആ ഖേദം പുറത്തു ചാടും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. വഖുളിയ ബൈനഹും ബിൽ ഖിസ്ത്, അന്ന് അവർക്കിടയിൽ നീതിപൂർവം വിധിക്കപ്പെടുകയും ചെയ്യും. വഹും ലാ യുദ്ലമൂൻ, ഒരു നിലക്കും അവരോട് അനീതി കൽപ്പിക്കപ്പെടുകയില്ല. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിപൂർവം, നീതി എന്നർത്ഥം. അവർക്കിടയിൽ അതിക്രമം ചെയ്യപ്പെടാതെ നീതിപൂർവം വിധി കൽപ്പിക്കപ്പെടുന്നതാണ്. 56-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അവൻ ചെയ്യുന്ന വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ്. ഇതൊക്കെ ശരിയായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പരലോക ശിക്ഷയെക്കുറിച്ചും മറ്റും അല്ലാഹു തആല മുന്നറിയിപ്പ് തരുന്നത് യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും തെറ്റായി പോവുകയില്ല എന്ന് മനസ്സിലാക്കാനും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് കഴിയും. പക്ഷേ മിക്ക ആളുകളും അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല, അങ്ങനെ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇനി പറയുന്നത്. 55-ഉം 56-ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ ഹുവ യുഹ്യി വ യുമീതു വഇലൈഹി തുർജഊൻ. അലാ, അറിയണം, അറിയുക, ഇന്ന ലില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനുള്ളതാണ്, മാഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതൊക്കെ, വൽ അർളി, ഭൂമിയിലും, എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. അല, നിങ്ങൾ അറിയണം, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യം തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സംഗതികളുടെയും കൈകാര്യകർത്തൃത്വം അല്ലെങ്കിൽ ആധിപത്യം അള്ളാഹുവിൻ്റേതാണെങ്കിൽ അവൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരിക്കുമല്ലോ, അവൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ ഹക്കായിരിക്കുമല്ലോ.
ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ പരലോക ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹക്ക് തന്നെയാണ്. എന്താ നിങ്ങൾക്ക് സംശയം? വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. പക്ഷെ അവരിൽ അധിക പേരും അതറിയുന്നില്ല. ഹുവ യുഹ്യി വയുമീത്ത്. അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും വയുമീത്ത് മരിപ്പിക്കുകയും ചെയ്യുന്നത്. വഇലൈഹി തുർജഊൻ. അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. മരണം കഴിഞ്ഞതിന് ശേഷം പുനർജന്മം കിട്ടിയിട്ട് നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളത് അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഇതൊക്കെ സത്യം തന്നെയാണ്. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണല്ലോ. അപ്പം അള്ളാഹു പറയുന്ന ഇത്തരം വാഗ്ദാനങ്ങൾ സത്യമല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? എന്തിനാണ് അതിനെ ശങ്കിക്കുന്നത്? എന്തിനാണ്? ഇതാണ് ചോദ്യം. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വസ്തുതകൾ ഗ്രഹിക്കാതെയാണ് മനുഷ്യരെല്ലാം നിഷേധികളാകുന്നത്. അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ആശ്രിതനുമായ മനുഷ്യൻ ഏതടിസ്ഥാനത്തിലാണ് ധിക്കാരിയാവുന്നത്? അങ്ങനെ ധിക്കാരിയായാൽ അതിനുള്ള ശിക്ഷ പരലോകത്ത് കിട്ടിയല്ലേ തീരൂ. അതാണ് അവർക്ക് പരലോകത്ത് കടുത്ത ശിക്ഷ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. 57, 58 ആയത്തുകളിലേക്ക് കിടക്കാം. വളരെ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി പറയുന്നത്. ഇന്നിപ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളെ പലതരം രോഗങ്ങളും ബാധിച്ചിട്ടുണ്ട്. മെൻ്റൽ ഡിസീസസ്, അതിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചില മരുന്നുകൾക്ക് താൽക്കാലികമായ ശമനമല്ലാതെ വേറെ ശാശ്വതമായ പരിഹാരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. മനുഷ്യർക്ക് മുഴുവനും ഉള്ള ഒരു മൗലിക അല്ലെങ്കിൽ ഒരു സിദ്ധൌഷധമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് പഴഞ്ചനാണ് എന്ന് കരുതി തള്ളിക്കളയുകയാണ് ലോകത്ത് പലരും ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. മനുഷ്യരുടെ സ്വഭാവ രീതികളും വീടും നാടും പരിസരവും സമൂഹവും സമ്പത്തുമൊക്കെ നല്ല രൂപത്തിലാക്കാനുള്ള, നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഖുർആനിലുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളായ സംശയം, ദേഷ്യം, തെറ്റിദ്ധാരണ, അതിമോഹം, അഹങ്കാരം, അസൂയ, ഇങ്ങനെ ഒരുവിധ രോഗങ്ങൾക്കൊക്കെ പരിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും അതിൽ മരുന്നുണ്ട്. സന്മാർഗമേതാണ് ദുർമാർഗമേതാണ് എന്ന് ഖുർആൻ വ്യക്തമായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കുകയും ഖുർആനിൻ്റെ അധ്യാപനം അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് മാർഗദർശനം തന്നെയാണ്, നല്ല വഴിയിലേക്ക് അവർ നയിക്കും. അവർക്കത് കാരുണ്യമാണ്, അവർക്കത് ഹുദയാണ്, അവരുടെ ഭാവി ജീവിതത്തിനും ശാശ്വതമായ സൗഭാഗ്യത്തിനും അത് കാരണമാണ്. ഇനി നേരെ മറിച്ച് അതൊന്നും കാര്യമാക്കാതെ, അതൊന്നും വിശ്വസിക്കാതെ നടക്കുന്ന ആളുകൾക്ക് ഖുർആൻ പ്രയോജനപ്പെടുകയേ ഇല്ല. മാത്രമല്ല, പ്രയോജനപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ തെളിവായി വരുന്ന ഒരു വിഷയമായി മാറുന്ന ഖുർആൻ പരലോകത്ത് അവർക്കെതിരെ സാക്ഷിയായി വരികയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലാണ് ഖുർആൻ കൊണ്ട് അവർ അകപ്പെടുക. ഖുർആൻ കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ ഖുർആൻ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും വേണം എന്നർത്ഥം. സൂറത്ത് ഇസ്രായിൽ 82 ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന അതേപോലെ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആൻ മുഖേന സത്യവിശ്വാസികൾക്ക് രോഗശമനവും കാരുണ്യവും നാം അവതരിപ്പിക്കുന്നു. പക്ഷേ അക്രമികൾക്ക് പരിശുദ്ധ ഖുർആൻ നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്. അപ്പോൾ മനുഷ്യർക്ക് എന്തെല്ലാം നേടാൻ കഴിയുമോ അതിനേക്കാളെല്ലാം വിലപിടിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ജീവിതത്തിൽ നേടുന്ന ഏത് നേട്ടത്തെക്കാളും ശ്രേഷ്ഠവും ഉത്തമവുമാണ് ഈ പരിശുദ്ധമായ ഗ്രന്ഥവും ആ ഗ്രന്ഥം മൂലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കാരുണ്യവും. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് ഇങ്ങനൊരു ഗ്രന്ഥം അള്ളാഹു മനുഷ്യർക്ക് നൽകിയത്. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിലാണ് മനുഷ്യർ സന്തോഷം കണ്ടെത്തേണ്ടതും അതിനാണ് നിങ്ങളെല്ലാവരും മുൻഗണന കൊടുക്കേണ്ടതും. ഐഹികമായ നേട്ടങ്ങൾ അത് എത്ര വലുതാണെങ്കിലും മരണത്തോടെ എല്ലാം അവസാനിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആൻ മുഖേന ലഭിക്കുന്ന നേട്ടങ്ങൾ അത് മരണത്തോടെ അവസാനിക്കില്ല. ഈ ലോകത്തുണ്ടാവും, പരലോകത്തേക്കും ബാക്കിയാവും. ഉറപ്പല്ലേ? ഇതെന്താ ആരും ആലോചിക്കാത്തത്? കൺമുമ്പിൽ കാണുന്ന സുഖാഡംബരങ്ങളിൽ മയങ്ങി വഞ്ചിതനായി ജീവിക്കുകയാണ് പല ആളുകളും. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഐഹികമായ നേട്ടങ്ങളെക്കാളൊക്കെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഐഹിക നേട്ടങ്ങൾ മരണത്തോടെ അവസാനിക്കും, പക്ഷേ ഖുർആൻ മൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ പരലോകത്തും ബാക്കിയാകും.
നോക്കൂ 57 58 ആയത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, മൗഇദത്തുൻ, ഉപദേശം, മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള, വശിഫാഉൻ, രോഗശമനവും വന്നിരിക്കുന്നു, ലിമാ ഫിസ് സുദൂരി, മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സുകളിലുള്ള രോഗത്തിന് ശിഫയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങളും ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആൻ. പിന്നെയോ വഹുദൻ, സന്മാർഗവും ഇതാ വന്നെത്തിയിരിക്കുന്നു, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കാരുണ്യവും ഇതാ വന്നു കിട്ടിയിരിക്കുന്നു. ഖുർആനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ച് പറയാം. മാഷാ അല്ലാഹ്. ഇനി നബിയെ താങ്കൾ പറഞ്ഞോളൂ, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞോളൂ, ബിഫദ്ലില്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഏത്? ഈ ഖുർആൻ നിങ്ങൾക്ക് വന്നു കിട്ടിയത്. ഖുൽ, നബി അങ്ങ് പറഞ്ഞേക്കൂ, ഈ ഖുർആൻ ഇങ്ങനെ നിങ്ങൾക്ക് വന്നു കിട്ടിയത് ബിഫദ്ലില്ലാഹി, അള്ളാഹുവിൻ്റെ ഫദ്ല കൊണ്ടാണ്, വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടുമാണ്. ഫബിദാലിക, അതുകൊണ്ട്, ഫബിദാലിക, അപ്പോൾ അതുകൊണ്ട്, ഫല്യഫ്റഹൂ, അതിലവർ ആഹ്ലാദിച്ചു കൊള്ളട്ടെ. ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് തന്നെ അതിൽ അവർ ആഹ്ലാദിച്ചു കൊള്ളട്ടെ. ഹുവ, അത്, ഖൈറുൻ, ഏറ്റവും ഗുണകരമായതാണ്, മിമ്മാ യജ്മഊൻ, അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതികതയേക്കാൾ. ഈ ദുനിയാവിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന, അവർ സമ്പാദിക്കുന്ന എല്ലാറ്റിനേക്കാളും ഖൈറാണ് ആ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് അതിൽ അവർ സന്തോഷിക്കട്ടെ. ഫബിദാലിക, അതുകൊണ്ട്, ഇതുകൊണ്ട് ഖുർആൻ കൊണ്ട്, ഫല്യഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ, ആ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഇവിടെ എന്താണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഔദാര്യം, കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം? ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി. ഔദാര്യം എന്ന് പറഞ്ഞത്, ഫദ്ലുല്ലാ എന്ന് പറഞ്ഞത് ഖുർആനിനെ കുറിച്ചാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഫ്സീർ ചെയ്തിട്ടുള്ളത്. എങ്ങനെ? ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം. എന്നാൽ ഈ രണ്ട് കാര്യവും നമ്മളേക്ക് എത്തിച്ചു തന്നത് ആരാ? ഇത് രണ്ടിൻ്റെയും വാഹകൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലേ? വേറൊരു റിപ്പോർട്ടിൽ, വേറൊരു നിവേദനത്തിൽ അള്ളാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇൽമാണ്, ഇൽമ്. റഹ്മത്ത് എന്നുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും കാണാം. ദുറുൽ മൻസൂർ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇൽമ്, എല്ലാത്തരം ഇൽമ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വേറൊരായത്തിൽ ലോകത്തിനാകമാനം കാരുണ്യമായാണ് അങ്ങയെ നാം നിയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആയത്ത് വളരെ പ്രസിദ്ധമാണ്, അല്ലേ? 21-ാം സൂറത്തിൽ 107-ാം ആയത്ത്. അപ്പോൾ ഈ റഹ്മത്ത് കൊണ്ട്, ഇവിടെ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൽ, അവിടത്തെ പ്രവാചകനായി നിയോഗിച്ചതിൽ ഓരോ മനുഷ്യനും ആഹ്ലാദിക്കണം, സന്തോഷിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ നമ്മളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിനം അടക്കമുള്ള സംഗതികളൊക്കെ സന്തോഷത്തോടെ സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ബിറഹ്മതിഹി വബിറഹ്മതിഹി, ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന അഭിപ്രായ പ്രകാരം. ഇനി ഫദ്ലുല്ലാഹി എന്നതുകൊണ്ട് ഖുർആനാണ് എന്നും റഹ്മത്ത് എന്നതുകൊണ്ട് ഇസ്ലാമാണ് എന്നും ഉദ്ദേശം വെച്ചാൽ തന്നെ അത് രണ്ടും നമ്മൾക്ക് കൊണ്ടുതന്നതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആകട്ടെ, 59-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. മനുഷ്യർക്ക് ആഹാരമായി ഉപയോഗിക്കാൻ വേണ്ടി പലതരം ജീവികൾ, പലതരം ധാന്യങ്ങൾ, പലതരം പഴങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം അല്ലാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹം
വേണ്ടതുപോലെ ഉപയോഗിക്കാതെ അവയിൽ ചിലത് സ്വന്തം താല്പര്യപ്രകാരം നിഷിദ്ധമാക്കുകയും ചിലത് അനുവദനീയമാക്കി തരം തിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മുശ്രിക്കുകൾക്കുണ്ട്. അത്തരം ആളുകളെ അള്ളാഹു തആല ആക്ഷേപിക്കുകയാണ്. അള്ളാഹു നിഷിദ്ധമാക്കാത്തതൊന്നും വേറെ ആർക്കും ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലതും നിഷിദ്ധമാക്കുന്നു എങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയാണ്. അതുകൊണ്ട് അത് അള്ളാഹു നിഷിദ്ധമാക്കിയതുപോലെയാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങളെ നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ ബിംബങ്ങൾക്ക് വേണ്ടി ധാന്യങ്ങൾ മാറ്റിവെക്കും. ചില കാലികളെ ബിംബങ്ങൾക്ക് വേണ്ടി ഉഴിഞ്ഞിടും. ബഹീറ, സായിബ തുടങ്ങിയ പേരിലാണ് ആ കാലികൾ അറിയപ്പെട്ടിരുന്നത്. മുമ്പ് നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉഴിഞ്ഞിടുന്ന സാധനങ്ങൾ, അത് ധാന്യങ്ങളാവട്ടെ കാലികളാവട്ടെ, തിന്നാൻ പാടില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ചത്തുപോയത് എന്ന് പറഞ്ഞാൽ അറുക്കാത്തത്, ചത്തുപോയതിനെ തിന്നാം എന്നവർ തീരുമാനിച്ചു. ഇങ്ങനെ ചിലത് ഹറാമാക്കാനും ചിലത് ഹലാലാക്കാനും നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇങ്ങനെ തരംതിരിക്കാൻ ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത്? അതെല്ലാം സൃഷ്ടിച്ച അള്ളാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ? അള്ളാഹു അങ്ങനെ ചെയ്യാൻ അനുമതി തന്നിട്ടില്ല എന്നത് തീർച്ചയാണ്. അപ്പം പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ വെച്ച് കെട്ടുന്ന വ്യാജം മാത്രമാണ് ഇത്തരം വിധികൾ. ഇതാണ് 59 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലൻ ഖുൽ അല്ലാഹു അസ്ന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. ഖുൽ, നബിയെ അങ്ങ് ചോദിച്ചു നോക്കൂ, അറഅയ്തും, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, മാ അൻസലല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്ന മിൻ റിസ്ഖിൻ, ആഹാരങ്ങൾ, ഫജഅൽതും, അങ്ങനെ നിങ്ങൾ ആക്കുന്നു, മിൻഹു, ആ ആഹാരങ്ങളിൽ നിന്ന്, ഹറാമൻ, ഹറാമിനാക്കുന്നു, ഹലാലൻ, ഹറാമിനെയും. അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തരുന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ. അവയിൽ ചിലത് നിങ്ങൾ നിഷിദ്ധമാക്കുന്നു, മറ്റു ചിലത് നിങ്ങൾ അനുവദനീയമാക്കുന്നു. ഖുൽ, നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, അള്ളാഹുവാണോ അതിനെല്ലാം നിങ്ങൾക്ക് അനുമതി തന്നത്? ഇങ്ങനെ ഹലാലും ഹറാമുമാക്കാൻ അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുമതി തന്നത്? അം അലല്ലാഹി തഫ്തറൂൻ, അതല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണോ? ഇങ്ങനെ ഹറാമാണ് ഹലാലാണ് എന്ന് വിധി കൽപ്പിക്കാൻ ആരാ നിങ്ങൾക്ക് അനുമതി തന്നത്? അള്ളാഹു തആല അനുമതി തരാന്ന് ഉറപ്പല്ല. അപ്പം നിങ്ങൾ വ്യാജം കെട്ടിച്ചമക്കുക തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുശ്രിക്കുകൾ ബഹീറ, സായിബ, വസീല, ഇങ്ങനെ ചില മൃഗങ്ങളെ പ്രത്യേകമായി നിഷിദ്ധമാക്കി എണ്ണിയിരുന്നു. അതേപോലെ ചില കൃഷികൾ, ചില ധാന്യങ്ങളും അവർ ഇതേപോലെ ബിംബങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരുന്നു. സൂറത്തുൽ മാഇദ 106, സൂറത്തുൽ അൻആം 136, 138, 139 ആയത്തുകൾ പഠിച്ചപ്പോൾ നമ്മൾ ഈ വിഷയം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവും അവൻ്റെ റസൂലും നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത വസ്തുക്കളെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് മതപരമായി നിഷിദ്ധമാക്കുക, ഈ പണി ചെയ്യുന്നവരെല്ലാം ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യൻ ആസ്വദിക്കേണ്ടതാണ്. അത് അവനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തടസ്സമുണ്ടാക്കുന്നത് നന്ദികേടും ആണ്. നിരവധി ഹദീസുകൾ ഈ വിഷയ സംബന്ധമായി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വളരെ താഴ്ന്ന വേഷം ധരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല, നിനക്ക് സ്വത്തൊന്നുമില്ലേ? അയാൾ പറഞ്ഞു, ഉണ്ടല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് സ്വത്താണുള്ളത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒട്ടകങ്ങളുണ്ട്, അടിമകളുണ്ട്, കുതിരകളുണ്ട്, ആടുണ്ട്, ഇതൊക്കെ ഉണ്ട്. കാരണം അന്നത്തെ സമ്പത്ത് അതാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടോ, നിനക്ക് അല്ലാഹു തആല സമ്പത്തും സ്വത്തൊക്കെ നൽകിയില്ലേ? ആ സ്ഥിതിക്ക് അവൻ നൽകിയ ആ അനുഗ്രഹം, അതിൻ്റെ അടയാളം നിന്നിൽ കാണട്ടെ. അള്ളാഹു നിനക്ക് നിഅമത്ത് തന്നു, അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുന്നർത്ഥം. അപ്പോൾ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ പിശുക്ക് ജീവിച്ച് അതിനൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെ പ്രകടമാകുന്ന രീതിയിൽ, അതങ്ങനെ ആ നിഅമത്തുകൾ അവൻ്റെ ജീവിതത്തിൽ പ്രകടമായി കാണുക എന്നത് അള്ളാഹുവിന് വലിയ സന്തോഷമാണ് എന്ന് മറ്റു ഹദീസുകളിൽ കാണാം. അപ്പോഴാണ് നിഅമത്തുകൾ കൂടുതൽ ലഭിക്കുക. കാരണം ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അവൻ പ്രകടമായി പുറത്തു കാണിക്കുന്നുണ്ട്. 60-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കിടക്കാം.
ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ മൂഢമായ പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊന്നും അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തതല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ആരോപിക്കുകയാണ് അത്തരക്കാർ ചെയ്യുന്നത്. അത്തരക്കാരായ ആളുകളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയില്ലെന്നോ അങ്ങനൊരു ഘട്ടം വരില്ലെന്നോ അവർ കരുതുന്നുണ്ടോ? ഇതാണ് ഇനി അള്ളാഹു തആല ചോദിക്കുന്നത്. ഇങ്ങനെ വ്യാജം കെട്ടിച്ചമച്ച ആളുകൾക്ക് അന്ന് നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ അതിഭീകരമായിരിക്കും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നൊരു താക്കീത് കൂടെ അള്ളാഹു തആല തരുന്നുണ്ട്. മനുഷ്യർക്ക് എല്ലാ മാർഗദർശനങ്ങൾ നൽകുന്ന, എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന, പ്രവാചകന്മാരെ അയച്ചു കൊടുക്കുന്ന, ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ ധാരാളം വിഭവങ്ങൾ നൽകുന്ന അള്ളാഹു, ഇതൊക്കെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യത്തിന് നന്ദി കാണിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ മിക്ക ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹുവിനോട് കാണിക്കുന്നത് കുഫ്രിയത്താണ്, നന്ദികേടാണ്. ആ നന്ദികേടിൽ നിന്നാണ് ഇത്തരം പ്രവണതകളൊക്കെ ഉണ്ടാകുന്നത്. അതായത് തോന്നിയതുപോലെ ഹറാമും ഹലാലുമാക്കുന്ന രീതികൾ ഉണ്ടാകുന്നത് ഇത്തരം നന്ദികേടിൻ്റെ ഭാഗമായിട്ടാണ്. 60-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ളന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമൽ ഖിയാമ ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. വമാ ളന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം നിർമ്മിച്ചുണ്ടാക്കുന്നവർ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ വിചാരം? ഒമാ ളന്നു, എന്താണ് വിചാരം? ആരുടെ? അല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവരുടെ. യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അന്ന് ഈ പറയുന്നതിനൊന്നും ശിക്ഷ കിട്ടൂല എന്നാണ് അവർ വിചാരം. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടൂല എന്നാണ് അവർ വിചാരം. എന്താണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് അവർ വിചാരിക്കുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയണം, ഇന്നല്ലാഹ, നിശ്ചയമാം അല്ലാഹു തആല ലദു ഫദ്ലിൻ അലന്നാസി, ആളുകളോട് വളരെ ഔദാര്യം കാണിക്കുന്നവനാണ്. പക്ഷേ വലാകിന്ന അക്സറഹും, അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ലാ യശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ല. അതാണ് വസ്തുത. അള്ളാഹുവിൻ്റെ ഫദ്ല് മനസ്സിലാക്കിയിട്ട് ശാക്കിരീങ്ങളായി ജീവിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ശരിയായ അറിവോ ജ്ഞാനമോ ഇല്ലാതെ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയോ മറ്റോ ഒക്കെ ഫത്വകൾ നൽകുന്ന പല ആളുകളും ഇന്നും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരൊക്കെ ഇത്തരം ആയത്തുകൾ തോന്നിയതുപോലെ ഹറാമും തോന്നിയതുപോലെ ഹാലുമൊക്കെ ആക്കുന്ന ആ രീതികൾ, ഈ ആയത്തുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിൽ അവരെ കൊണ്ടൊക്കെ അല്ലാഹു തആല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് എന്നും അവർ മനസ്സിലാക്കണം. ഇത് താക്കീതാണ് അവർ. ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലന്നാസ്, അല്ലാഹു തആല വലിയ ഔദാര്യങ്ങളാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് വിശേഷ ബുദ്ധി നൽകിയത്, പ്രവാചകന്മാരെ അയച്ച് മാർഗദർശനം നൽകിയത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത്, അവനെ പടച്ച് പരിപാലിക്കുന്നത്, ഓരോന്നും കൃത്യമായ സമയത്ത് കൃത്യമായി നൽകുന്നത്, ഭക്ഷണവും മറ്റും സൗകര്യങ്ങളും നൽകുന്നത്, താമസിക്കാൻ സൗകര്യം നൽകുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണ്. പക്ഷേ വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ, നമ്മൾ ആ കൂട്ടത്തിൽ പെടണ്ട. നമ്മൾ നന്ദിയുള്ളവരാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. രാവിലെയും വൈകുന്നേരം നമുക്ക് പ്രത്യേകിച്ച് ശുക്രിൻ്റെ ദിക്റുകൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് നിഅമത്തും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചിന്ത മനസ്സിലുണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോഴും, നമ്മൾ താമസിക്കുമ്പോഴും, ശമ്പളം ലഭിക്കുമ്പോഴും, നമ്മൾ ജീവിക്കുന്നതും, നമ്മുടെ ആഫിയത്തും എല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ശുക്റുകളും നമ്മുടെ ഭാഗത്തുണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല കൂടുതൽ തരിക എന്നാണ്. ലൈൻ ശക്കർതും ലഅസീദന്നകും, അല്ലേ? നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തരാം. അള്ളാഹു തആല കൊടുത്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് നോക്കുമല്ലോ. ചെയ്യുന്നുണ്ടെങ്കിൽ കൊണ്ടും കൊടുക്കും. അതൊന്നും ചെയ്യാത്ത ആൾക്ക് കുറേ കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിഅമത്തുകൾ നിലനിന്ന് കിട്ടാനുള്ള ഒരു വകുപ്പ് കൂടിയാണ് ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 61-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിലായാലും നിയമവിധികളുടെ കാര്യത്തിലായാലും സത്യനിഷേധികളായ ആളുകൾ സ്വീകരിക്കുന്ന മാർഗം വളരെ മോശമാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അള്ളാഹുവിൻ്റെ അതിവിശാലമായ അറിവിനെക്കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സമുദായത്തിൻ്റെയും എന്നു വേണ്ട എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും എല്ലാ കാര്യങ്ങളും അവസ്ഥകളും മുൻകൂട്ടി അറിയുന്നവനാണ് അല്ലാഹു തആല. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അവസ്ഥകൾക്കും അവൻ സാക്ഷിയും ആണ്.
അവർ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, അവർ ഖുർആൻ ഓതുന്നതാവട്ടെ, ഖുർആൻ മനസ്സിലാക്കുന്നതാകട്ടെ, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതിനവൻ സാക്ഷിയാണ്. അവൻ അറിയാത്ത ഒരു കാര്യവും, അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ലോകത്തില്ല. അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതുപോലെ അല്ലാതെ ഒരു കാര്യവും നടക്കുകയും ഇല്ല. എല്ലാറ്റിൻ്റെയും കണക്കും തോതും അളവുമൊക്കെ അള്ളാഹു തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. ഇതാണ് 61 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തകൂനു ഫീ ശഅ്നിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ذلك ولا أكبر إلا في كتاب مبين. وما تكون في شأن. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുകയോ, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, അത് സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്യുകയോ, വലാ തഅമലൂന മിൻ അമലിൻ, ജനങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരാകുകയോ ചെയ്യുന്നു എങ്കിൽ, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ, നിങ്ങൾക്ക് സാക്ഷിയായി നാം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ, നിങ്ങളാ കാര്യം ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യുന്ന, ആദ്യ നബിയോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ തകൂനു ഫീ ശഅ്നിൻ വമാ തത്ലൂ മിൻഹു ഖുർആൻ. പിന്നെ ജനങ്ങളുടെ മുഴുവൻ അഭിസംബോധന വലാ തഅമലൂന മിൻ അമലിൻ എന്നത് മുതൽ. അപ്പോൾ നബിയോട് പറഞ്ഞാൽ എല്ലാവരോടും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അങ്ങ് എന്തൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും, വമാ തത്ലൂ മിൻഹു, ആ കാര്യം സംബന്ധിച്ച്, മിൻ ഖുർആനിൻ, ഖുർആനിൽ നിന്ന് വല്ലതും നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിലും, ഇനി ആളുകളെ നിങ്ങൾ എല്ലാവരും വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ എന്ത് അമൽ ചെയ്യുകയാണെങ്കിലും, ഇല്ലാ കുന്ന അലൈക്കും ശുഹൂദൻ, നമ്മൾ നിങ്ങളുടെ മേൽ സാക്ഷിയാവാതെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ സാക്ഷിയാണ്. എപ്പോൾ? ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ആ പ്രവർത്തനത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളതിന് സാക്ഷിയാണ്. എന്നിട്ട് പറയാം, വമാ യഅ്സുബു അർ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദ്. വമാ യഅ്സുബു, മറഞ്ഞിരിക്കുകയില്ല, അർ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനെ തൊട്ട്, അങ്ങയുടെ രക്ഷിതാവിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. എന്ത്? മിൻ മിസ്ഖാലി ദർറത്തിൻ, ഒരു അണുത്തൂക്കമുള്ള വസ്തു, ഫിൽ അർളി, ഭൂമിയിൽ, വലാ ഫിസ്സമായി, ആകാശത്ത്, വലാ അസ്ഗറ മിൻ ദാലിക, ആ അണുവിനേക്കാൾ ചെറുതോ. അപ്പോൾ ആകാശഭൂമികളിൽ ഒരണുത്തൂക്കമുള്ള വസ്തുവോ അതിനേക്കാൾ ചെറുതോ വലുതോ ഏതുമാവട്ടെ, വലാ അക്ബർ, അതിനേക്കാൾ വലുതോ ഏതുമാവട്ടെ, അത് അള്ളാഹുവിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. മിസ്ഖാൽ ദർറ, അണുത്തൂക്കം, ഒരണുമണി തൂക്കമുള്ള വസ്തു, അത് വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ, ആ അണുവിനേക്കാൾ ചെറുതോ വലുതോ ആവട്ടെ, ഏതോ ആവട്ടെ, വമാ യഅ്സുബു, അത് മറിഞ്ഞിരിക്കുകയില്ല. പിന്നെ മാത്രമല്ല, അതെല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. ഒന്നും അള്ളാഹുവിന് മറിഞ്ഞിരിക്കില്ല, അള്ളാഹുവിന് അറിയാത്തതായിട്ടില്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ പറയപ്പെട്ട സംഗതികളൊക്കെ സ്പഷ്ടമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇല്ലാ ഫി കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം, കിതാബ് മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ്, ലോകത്ത് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ച ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശം. വമാ യഅ്സുബു അർ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്താണ്. ഒന്നാമതായി, താങ്കളുടെ നാഥനിൽ നിന്ന് ഒന്നും അപ്രത്യക്ഷമാവില്ല. അള്ളാഹുവിനൊന്നും അറിയാതിരിക്കില്ല, ഒന്നും അറിഞ്ഞിരിക്കില്ല. വിശ്വാസ സംബന്ധമായ വിഡ്ഢിത്തരങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന് പങ്കാളികളായി ജൽപ്പിക്കപ്പെട്ടിരുന്ന ബഹുദൈവങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന മുശ്രിക്കീങ്ങളുടെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ചാണ്, ചെയ്തികളെക്കുറിച്ചാണ്. അള്ളാഹുവിന് ശുറക്കായന പങ്കാളികളുണ്ടാക്കുക, ബഹുദൈവങ്ങളെ ആരാധിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പറയുകയാണ്, താങ്കളുടെ നാഥൻ, താങ്കൾ വിശ്വസിക്കുന്ന റബ്ബ്, പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു, ഈ മുശ്രിക്കീങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം പരിപൂർണനായി വ്യത്യസ്തനാണ്.
താങ്കൾ ഏതൊരു നാഥനെ പറ്റിയാണോ വിളംബരം നടത്തുന്നത് അവനുമായി 4 അയലത്ത് പോലും നിൽക്കാൻ ഈ മുശ്രിക്കീങ്ങൾ പങ്കാളികളാണെന്ന് ജൽപ്പിക്കുന്ന ബഹുദൈവങ്ങൾക്കാകില്ല. എന്നല്ല, ദൈവം എന്ന പേര് പോലും ആ ബഹുദൈവങ്ങൾ അർഹിക്കുന്നുമില്ല. ആരാധ്യൻ എന്ന, ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അള്ളാഹുവിന് പറയപ്പെടുന്നത് പോലൊരു വിശേഷണം ഈ പറയപ്പെട്ട ബിംബങ്ങളൊന്നും അർഹിക്കുന്നും ഇല്ല. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്ന അള്ളാഹു തആല ഇവർ പറഞ്ഞതുപോലെയുള്ള ബഹുദൈവങ്ങളെ പോലെയൊന്നുമല്ല. അള്ളാഹുവിന് ഒന്നും അറിയാത്തതായിട്ടില്ല, അള്ളാഹുവിനെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ താങ്കളുടെ നാഥനായ അള്ളാഹുവിനെയാണ് അവർ ശരിക്കും വണങ്ങേണ്ടത്. അതാണ് ഇവിടുത്തെ സൂചന. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തൊട്ട് മുമ്പ് 61-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ? വമാ തകൂനു ഫീ ശഅ്നിൻ വമാ തത്ലു മിൻ ഖുർആനിൻ വലാ തഅമലു മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ തുഫ്ലിഹൂന ഫീ. ഇവിടെ വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദ്, ഒരു സാധനം വിഭജിച്ച് നന്നേ ചെറുതായി തീർന്ന് പിന്നീടത് വിഭജിക്കാൻ പറ്റാത്ത വലിപ്പത്തിലെത്തും. അങ്ങനെ എത്തിച്ചേരുന്നൊരു ഘടകത്തിനാണ് അണു എന്ന് പറയുന്നത്. അഭാജ്യ ഘടകം. പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വിഭജിച്ച് നന്നേ ചെറുതായി പിന്നീടത് വിഭജിക്കാൻ കഴിയാത്ത കോലത്തിലെത്തും. സയൻറ്റിഫിക്കായി അതിനാണു എന്ന് പറയും. ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളും കിതാബുകളൊക്കെ അതിന് നീണ്ട ചർച്ച സംബന്ധമായിട്ടുണ്ട്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ആറ്റം അല്ലെങ്കിൽ അണു അത് വിഭജിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞിരുന്നത്. ആറ്റം എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വിഭജിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു ആറ്റം അതിനേക്കാൾ ചെറുതോ വലുതോ. അപ്പോൾ ആറ്റം വിഭജിക്കാൻ കഴിയില്ല എന്ന് സയൻസ് പറയുമ്പോൾ അല്ലാഹു തആല ഇവിടെ അണുവിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ? അണു എന്ന ലെവലിലേക്ക് എത്തിയാൽ, ആറ്റത്തിലേക്ക് എത്തിയാൽ പിന്നെ അത് വിഭജിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതിന് അല്ലാഹു തആല വലാ അസ്ഗറ മിൻ ദാലിക എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിരർത്ഥകമായ പ്രയോഗങ്ങൾ ഉണ്ടാവില്ലല്ലോ. അള്ളാഹു പറഞ്ഞത് ശരിയാവുമല്ലോ. അപ്പം അള്ളാഹു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആറ്റത്തേക്കാൾ അണുവിനേക്കാൾ ചെറിയ വസ്തുക്കൾ ഉണ്ടായേ തീരൂ. ഇത് നമ്മൾ മനസ്സിലാക്കി. അപ്പം അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം. ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ പ്രസ്താവം സയൻസ് ശരിവച്ചിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ആറ്റവും വിഭജിക്കാം, അണുവും വിഭജിക്കാം. ഇതെന്ന് സയൻസ് പ്രഖ്യാപിച്ച വിഷയമാണ്. എങ്ങനെയാണ് അവർ വിഭജിച്ചത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇങ്ങനെ 3 തരം മൗലിക കണങ്ങൾ ഇതുകൊണ്ടാണ് ഒരാറ്റം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫിസിക്സ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ആറ്റത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ പഠനങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതാണ് സയൻസ് ആദ്യം കണ്ടെത്തിയത്. ഒരാറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് സമർത്ഥിച്ചത് ഏണസ്റ്റ് റദർഫോർഡ് എന്നൊരു സയൻറ്റിസ്റ്റാണ്. ഈ ന്യൂക്ലിയസ് ആണ് ഒരാറ്റത്തിൻ്റെ കേന്ദ്രം. ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേർന്നതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത അകലത്തിൽ എന്ന് വിളിക്കപ്പെടുന്ന സഞ്ചാരപഥത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതിനുശേഷം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാൻ മാത്രം, സഞ്ചരിക്കാൻ മാത്രം സ്ഥലം ആറ്റത്തിൽ ശൂന്യമായി കിടക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുവിലിരിക്കുന്ന ഈച്ച, ഒരു ചെറിയ ജീവി, ആ ഈച്ചയുടെ അനുപാതമാണ് ആറ്റത്തിനും ന്യൂക്ലിയസിനും ഉള്ളത് എന്നും ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ടെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അണുവിനേക്കാൾ ചെറുത് എന്നല്ല, അണുവിനേക്കാൾ ഏറ്റവും ചെറുത് എന്ന പ്രയോഗമാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. അത് വളരെ ശ്രദ്ധേയമാണ്. വല അസ്ഗറ മിൻ ദാലിക, അണുവിനേക്കാൾ ചെറുത് എന്നല്ല, അണുവിനേക്കാൾ ഏറ്റവും ചെറുത്. അപ്പോൾ അണു വീണ്ടും വീണ്ടും വിഭജിക്കാൻ കഴിയും എന്ന് ശാസ്ത്രം പറഞ്ഞതിലേക്ക് എത്തി.
വലാ അസ്ഗറ മിൻ ദാലിക. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടി എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ ആറ്റവും ന്യൂക്ലിയസും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടൊന്നുമല്ല ഗണിക്കപ്പെട്ടു വരുന്നത്. ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തര പഠനങ്ങൾക്കും ഗവേഷണത്തിനും വിഷയമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതൊക്കെ അന്നത്തെ കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചുവെങ്കിൽ എങ്ങനെയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണ് എന്ന് ആളുകൾ പറയുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയാണെന്ന് എങ്ങനെയാണ് പറയുക? ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണണ്ടേ? അന്നത്തെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും ഓരോ വിഷയങ്ങളൊക്കെ? വലാ അസ്ഗറ മിൻ ദാലിക. ആദ്യം പറഞ്ഞു ആറ്റം വിഭജിക്കാൻ കഴിയില്ലെന്ന്, പിന്നീട് പറഞ്ഞു വിഭജിക്കാൻ കഴിയും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഫുസ്സിലത്തിൽ സൂറത്ത് ഫുസ്സിലത്ത് 53 പറഞ്ഞൊരായത്ത് എന്നും പ്രസക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ തെളിവുകൾ നമ്മൾ അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ചക്രവാളങ്ങളിൽ അവരിൽ തന്നെ അതങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ ഖുർആൻ സത്യസന്ധമാണ്, ഹക്കാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്നത് വരെ. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. അല്ലാഹു തആല അതങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും എന്നത് ഒരു അവിതർക്കിതമായ വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങളെ സയൻസും അല്ലാത്തയും ഒക്കെ നമ്മളും എല്ലാവരും എപ്പോഴും പഠന വിധേയമാക്കിക്കൊണ്ടിരുന്നാൽ ഒരുപാട് ഇൽമുകളിലേക്ക്, ഒരുപാട് ഇൻഫർമേഷനിലേക്ക് അത് എത്തിച്ചേരും എന്നതും അവിതർക്കിതമായ വസ്തുതകളാണ്. അല്ലാഹു തആല പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. നിൻ്റെ അളമത്തും ജലാലിയത്തും നിൻ്റെ ഖുദറത്തും അറിഞ്ഞ് മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കാനും നിന്നോട് ഇടപഴകാനും നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. നിൻ്റെ പരിശുദ്ധ ഖുർആനിനും ഇൽമിനും ഇഖ്ലാസോടുകൂടി ഖിദ്മത്തുള്ള അവസരം നൽകണേ അല്ലാഹ്. ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വലിയ അമലുകളായി മാറ്റി തരണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവർ, രോഗികളായ ആളുകൾ എല്ലാവർക്കും നീ ശിഫയും സലാമത്തും സന്തോഷവും നൽകണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരും ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.